കോമഡി ഓഫ് എറേഴ്സ്. അതിലൊരു സിനിമ എടുക്കുക, chaotic ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് സൃഷ്ടിക്കുക, ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന ഒരു കോമഡി സിനിമ എടുക്കുക, അതിൽ പരമാവധി വിജയിക്കുക. അതൊരു നിസ്സാര കാര്യമല്ല. ഈ ഡയറക്ടർ ബിപിൻ കൃഷ്ണ ഇതിനു മുമ്പ് എടുത്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് 21 ഗ്രാംസ് ആണ്. അപ്പോൾ 21 ഗ്രാംസ് പോലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പടം എടുത്ത് അതിനുശേഷം ഒരു കോമഡി ഓഫ് എറേഴ്സ് പോലെ രസകരമായിട്ടുള്ള കുറേ സിറ്റുവേഷൻസും പിന്നെ കുറേ കഥാപാത്രങ്ങളെയും കൊണ്ട് ഒരു സിനിമ എടുത്ത് അതിൽ പരമാവധി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ബിപിൻ കൃഷ്ണ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഒരു 2-2.5 മണിക്കൂർ രസിച്ചിരുന്ന് ചിരിച്ച് കാണാവുന്ന ഒരു കോമിക് എൻ്റർടൈനറാണ് സാഹസം എന്നുള്ള ഈ സിനിമ. ഇതുപോലുള്ള സിനിമകളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണും. അത് പല രീതിയിൽ ചിന്തിക്കുന്ന, പല രീതിയിലുള്ള മാനറിസം ഉള്ള, പല ബോഡി ലാംഗ്വേജ് ഉള്ള പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ പേപ്പറിൽ നല്ല രീതിയിൽ എഴുതിയാൽ പോലും അതെല്ലാം സ്ക്രീനിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചാൽ മാത്രമാണ് ഈ സിനിമ കാണുന്ന നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഈ സിനിമ വർക്കാവുള്ളൂ, ഈ സിനിമ കണക്റ്റ് ആവുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നതിന് ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റ് ആണ്. ഇപ്പോൾ ഈ ബാബു ആൻ്റണി, നമുക്ക് ബാബു ആൻ്റണിയുടെ നമ്മുടെ മലയാള സിനിമയിലെ ഇമേജ് നമുക്കറിയാം. നായകൻ്റെ കൂട്ടത്തിൽ ബാബു ആൻ്റണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമാണ് എന്നുള്ള പോലെ ഈ സിനിമയിൽ അങ്ങനെ തന്നെ ഉണ്ടോ, നായകൻ്റെ കൂടെയാണ് ബാബു ആൻ്റണി, നമുക്കതൊരു ആശ്വാസമുണ്ട്. പക്ഷെ പുള്ളിയുടെ സ്ഥിരം ടൈപ്പ് ആ ഒരു ക്യാരക്ടറൊന്നും അല്ലാതെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന് ഒരു ഇമോഷൻ കൊടുത്ത് ആ രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. പിന്നെ റംസാനാണ് നമ്മുടെ കഥയിലെ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റംസാൻ നല്ല കൂൾ ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിന് പറ്റിയൊരു ഹീറോ ആയിരുന്നു. ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, നന്നായിരുന്നു, സ്ക്രീനിലും കാണാൻ നല്ലായിരുന്നു. ഇനി റംസാൻ്റെ കൂടെ നടക്കുന്ന ഹരീഷ് ശിവറാം എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആ പേര് കണ്ടത്. ഈ ആക്ടർ ഉണ്ടല്ലോ, പുള്ളി കിടുവാണ്. പുള്ളിയുടെ ആ ഒരു മാനറിസം, പുള്ളിയുടെ ഡയലോഗ് മോഡുലേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പെർഫോമൻസ് ഈ ഹരി ശിവറാം എന്ന് പറയുന്ന ആക്ടറിൻ്റെ ആയിരുന്നു. നല്ലൊരു ആക്ടറാണ്, കൂടുതൽ സിനിമകൾ കിട്ടാൻ ആശംസിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് ആണ്. പിന്നെ ശബരീഷ് വർമ്മ ഇവരുടെ കൂടെയുണ്ട്. പിന്നെ സജിൻ ചെറുകയിലിൻ്റെ മിക്ക സിനിമകളും, പുള്ളി അഭിനയിച്ചിട്ടുള്ള ഭൂരിഭാഗം സിനിമകളിലും പുള്ളിയുടെ ആ ഒരു കോമിക് അപ്പിയറൻസ് എനിക്ക് വർക്കാവാറില്ല. പക്ഷേ ഈ സിനിമയിൽ സജിൻ ചെറുകയിലിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ റാപ്പോയൊക്കെ അടിപൊളിയായിരുന്നു. ഈ എല്ലാവരും ഒരു കെമിസ്ട്രി ആണല്ലോ ഇവരെല്ലാവരുടെ. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശബരീഷ് വർമ്മ, പിന്നെ ഈ പറയുന്ന ഹരി, റംസാൻ, ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ നന്നായിരുന്നു. ഇനി കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈജു, പിന്നെ നമ്മുടെ ആലപ്പുഴ ജിംഖാനയിലുള്ള പയ്യനുണ്ടല്ലോ കാർത്തിക്, പിന്നെ ഭഗത് ഇമ്മാനുവൽ, ഇവർ 3 പേരും ചേർന്നുള്ള ഒരു സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് നല്ല കിഡിലനായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഈ കാർത്തിക്കിൻ്റെ പെർഫോമൻസ്, ഈ ഹരി ശിവറാമും പിന്നെ ഈ കാർത്തിക്കും, ഇവർ രണ്ടുപേരും ഈ പടത്തിൽ കൊള്ളാം. നല്ല ഫൈൻഡാണ് ഇവർ രണ്ടുപേരും. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഈ ടൈപ്പ് കാസ്റ്റ് ആയി പോവാതെ കൂടുതൽ വെറൈറ്റി ആയിട്ട് റോളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വരട്ടെ. പിന്നെയുള്ള നരേനാണ്. അപ്പോൾ നരേൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല, ഒരു ഗൂഫിനെസ് ചേർന്നിട്ടുള്ള ഒരു സിഗ്മ ക്യാരക്ടറാണ്. പുള്ളി ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ ആയതുകൊണ്ട് പുള്ളി സ്ക്രീനിൽ അവതരിച്ചപ്പോൾ ഒരു ഏറുപിടുത്തം പോലെയുള്ളതൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പെർഫോമൻസ് വൈസ് എനിക്ക് നരേൻ്റെ രസമാണ്, പുള്ളിയുടെ ക്യാരക്ടർ രസമാണ്, പുള്ളിയുടെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയോ എന്തൊക്കെയോ ഒരു പോരായ്മ ഉള്ള പോലെ അങ്ങനെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നു. ഇനി ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ കഥയിൽ അവർ മെയിൻ ആണെങ്കിൽ ഇവർക്ക് സ്ക്രീനിൽ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ടെസ്സയുടെ ക്യാരക്ടർ നമ്മൾ ഓർത്തിരിക്കും. അത് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ബിപിൻ അശോകാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോമഡി ഓഫ് എറേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു മൂഡിലേക്ക് നമ്മളെത്തിക്കാൻ ഇതിൻ്റെ BGM, പിന്നെ ഇതിൻ്റെ മ്യൂസിക്, ഇതൊക്കെ കഴിയണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ബിപിൻ അശോക് എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമയിലെ വിന്നറാണ്. കാരണം ഈ പടത്തിലെ മ്യൂസിക്, BGM സ്കോറെല്ലാം ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഒരു ബിറ്റായിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം സൂപ്പറായിട്ട് തന്നെയാണ് സിനിമയിൽ വർക്കായിട്ടുള്ളത്. ആൽബി ആൻ്റണി ആൻഡ് കിരൺ ദാസ് ഈ സിനിമയിലെ സിനിമാറ്റോഗ്രാഫറും പിന്നെ എഡിറ്ററും ആണ്. അപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ കളർഫുൾ ആയിട്ടുള്ള ഒരു chaotic ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അതിൻ്റെ കട്ട്സ് കാര്യങ്ങളും അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ വർക്കും ഇവർ പക്കയായിട്ട് അടിപൊളിയായിട്ട് ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ഈ കഥാപാത്ര രൂപീകരണം, പിന്നെ ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കൽ, ഈ കാര്യങ്ങളിലെല്ലാം റൈറ്ററായിട്ടുള്ള ബിപിൻ കൃഷ്ണ വിജയിച്ചിരിക്കുന്നു എന്നിൽ പോലും ഈ സിനിമയുടെ ഫൈനൽ ആക്ടിൽ പല സ്ഥലത്തും കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് സിനിമാറ്റിക് ലിബർട്ടി എടുത്തിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കണക്ട് ആവേണ്ടത് നായിക ആ ഒരു ലവ് ട്രാക്കാണ്. അപ്പോൾ ഈ ലവ് ട്രാക്ക് എന്ന് പറയുന്ന ആ ഒരു ബേസ്മെൻറ്റ് ഇവിടെ അത്ര സ്ട്രോങ് അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ, അതായത് പരമാവധി സ്ഥലങ്ങൾ വർക്കായിട്ടുള്ള കോമഡി ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു കോമിക് എൻ്റർടൈനറാണ് സാഹസം എന്നുള്ള സിനിമ. നമ്മുടെ സമയം, നമ്മുടെ കാശ്, ഇവയ്ക്കൊക്കെ വിലമതിക്കുന്ന ഒരു പക്ക കോമിക്കൽ പാക്കേജ് ആയിട്ടാണ് എനിക്ക് സാഹസം എന്നുള്ള സിനിമ ഫീൽ ചെയ്തത്. എന്നാൽ പോലും ഈ കോമഡി എന്ന് പറയുന്നത് എപ്പോഴും സബ്ജക്റ്റീവാണ്. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ബ്രോമാൻസ് എന്ന് പറയുന്ന സിനിമയുണ്ട്, എനിക്ക് തീരെ വർക്കായിട്ടില്ല. ഞാനത് ആ സമയം തന്നെ പറഞ്ഞിരുന്നു. ബ്രോമാൻസ് എനിക്കൊരു തലവേദനയായിരുന്നു. പക്ഷേ ഞാൻ നല്ല രീതിയിൽ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കോമഡി എപ്പോഴും സബ്ജക്റ്റീവാണ്.